ഹലോ ഗായ്സ്, ഒന്നും ഉണ്ടാക്കും, ഞാൻ വീഡിയോ എടുക്കണം. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇനി വീഡിയോ എന്നാൽ അറിയാത്തതെന്ന് പോലും അറിയാത്ത ഞാൻ കുറേ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നു. ഓക്കെ, അപ്പം കുറേ കാലത്തിന് ശേഷമുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. എനിക്ക് വലിയ സർപ്രൈസും ഇത് എനിക്ക് വലിയൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ഇന്ന് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ആൻഡ് ദിസ് ഈസ് മൈ സ്പെഷ്യൽ ഡേ. പിന്നെ എനിക്ക് ഇതൊരു സർപ്രൈസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തെ സർപ്രൈസ് നിൽക്കട്ടെ. എന്താണ് ഈ സ്പെഷ്യൽ, എന്താണ് എനിക്ക് സ്പെഷ്യൽ ആവുക എന്നൊക്കെ എല്ലാം നിൽക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവാം, ചിലപ്പോൾ തമ്മിൽ കാണാൻ മനസ്സിലാവാതിരിക്കാൻ. കാരണം ഞാൻ എങ്ങനെയാണ് തമ്മിൽ ഇടുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എന്താ പറയുക, ആ ഒരു സ്പെഷ്യൽ സംഭവത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കുറച്ചുണ്ട് കാണിച്ചുതരാം. പിന്നെ നമ്മൾ കുറച്ച് ദൂരത്തേക്കാണ് പോകുന്നത് ഈ ഒരു സ്പെഷ്യലിന് വേണ്ടിയിട്ട്. അപ്പോൾ സംഭവമൊക്കെ എന്താണെന്നുള്ളത് വലിയ അറിയും. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പം 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അരീക്കോട് ടു കൊച്ചി പോകണം. കൊച്ചിയിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ കാറിൽ നിന്ന് എൻ്റെ പല ക്യൂട്ട്നെസ്സസ് കാണാം. അതൊന്നും സീനാക്കണ്ട, ഇറ്റ്സ് ജസ്റ്റ് എ ക്യൂട്ട്നെസ് ഓൺലി. ഓക്കെ, ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സ്വയം പറയട്ടോ, കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറുന്ന ഒരാളാണ്. അപ്പം ഈ ഹാറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത് ഇതായി നിൽക്കണ്ട, എനിക്കിഷ്ടമായി ഹാറ്റൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കുറച്ചിന് കാണിച്ചു തരാം. ആരുണ്ടെങ്കിലും ഞാൻ ഇടിപ്പിച്ച് തരാം. പിന്നെ ഇറ്റളൊക്കെ ഈ ഒരു ടൈം എന്നെ സഹായിക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ 3 സിസ്റ്റേഴ്സ് ഇവലിനെ വീഡിയോ എടുക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹായിക്കുമെന്ന് പഠിച്ചോന് മാത്രം അറിയാം. സഹായിക്കുമോ ഇല്ല. ഞങ്ങൾ കുറേ റീൽ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർപ്രൈസ് മുമ്പേ പറയണം എന്നുണ്ടായിരുന്നു, റീലിൽ ഷോർട്സ് ആക്കിയിട്ടിടാൻ. ബട്ട് റിയലി പല കാരണങ്ങളും ഈ ഒരു സ്പെഷ്യൽ സംഭവത്തിനായിട്ടുള്ളൊരു ഓട്ടവും കാരണം പറയാൻ കഴിഞ്ഞില്ല, വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതെ ഗൈസ്, ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു സ്പെഷ്യലിന് വേണ്ടി പോകുന്നുണ്ട് പറഞ്ഞ മുതൽ ഫ്ലോട്ടായിരുന്നു, മഞ്ചേരി മുക്ക്, അങ്ങനെ പല സ്ഥലത്തുമായിരുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരി ഗൈസ്. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ വരും. ആൻഡ് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ വരും. പിന്നെ ഇത് ഞാൻ എനിക്ക് തോന്നുന്നൊരു പാർട്ട് പല പാർട്ടൊക്കെ ഇടായിരിക്കും ഞാൻ എടുക്കുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. തലയും എല്ലാവർക്കും നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ സാധനം ഞാൻ തലയിടുന്നത്. ഓക്കെ, അപ്പം എന്തിനാണ് പോണേ, എവിടേക്കാണ് പോണേ, എന്താണ് സ്പെഷ്യൽ, ആരാണ് പോണേ ഒക്കെ അറിയാം. ഞങ്ങളാണോ പോണല്ലേ വേറെ ആരെങ്കിലാണോ പോണേ ഒക്കെ അറിയാം. ഓക്കെ, വീഡിയോ കാണുക. ഞങ്ങൾക്ക് 4 മണിക്കൂർ യാത്ര ചെയ്യണം. ഇപ്പം ടൈം ഏകദേശം 12:30 ആയിട്ടുണ്ട്. മിനിമം ഒരു 1 മണിയാകുമ്പോഴത്തേനും ഇറങ്ങും. എല്ലാവരും സെറ്റപ്പാണ്, എല്ലാവരും റെഡിയായി സെറ്റായി വൈബായി കളറാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കാറിൽ കയറുന്നു, പോകുന്നു. 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഈ സ്ഥലം എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓൺ ദ വേ. അപ്പോൾ നമുക്ക് പെട്ടി പോണ കണ്ട് ട്രോളി 3 സാധനങ്ങളൊക്കെ വെച്ചെടുക്ക പോണമെന്നുണ്ടാവും. കാണാം, വൈകിട്ട് കാണാം.
എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. ഫുഡ് കഴിക്കാൻ പോവാ. ഇതാണ് ലൈറ്റ് ഇടുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാണ്. ഞങ്ങൾ കാറിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന്. അപ്പം കാറിൽ നിന്ന് ഫുഡ് കഴിക്കണം. പത്തിരിയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡോ കഴിച്ച് കഴിഞ്ഞു. സെറ്റായി കൈ സെറ്റാണ്. ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അതെ എയർപോർട്ട് പോവാണ് ഗൈസ്. ഇനി എയർപോർട്ടിൽ കയറിയിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ. സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി എൻ്റെ വീഡിയോ വരിക. നമുക്ക് എനിക്ക് തോന്നുന്നു 2-3 1-2 hours എങ്കിലും വെയിറ്റിംഗ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാരണം 12:30 ഫ്ലൈറ്റ്. ഇപ്പോൾ തന്നെ 7:30 ആയിട്ടുള്ളൂ. ടൈം കുറേ കാണിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിന് മുമ്പിൽ എയർപോർട്ട്. കാട്ടാത്ത നല്ല പട്ടിയ നല്ല പട്ടി. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം എന്തെങ്കിലും കാണാൻ. എയർപോർട്ട് കയറി എയർപോർട്ട് റോഡ് കാണിച്ചു തരാം. എയർപോർട്ട് അവിടെ കുറച്ച് കാണിച്ചു തരാം. എയർപോർട്ടിലെത്തിയിട്ട് കാണാം. അത് ഇതിന് എന്താ പറയുക, തൊപ്പി കാണാല. വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി. ഇനി ഞാൻ ഉള്ളിൽ കയറിയിട്ട് എടുക്കാം. ഇവിടൊക്കെ പോണ പറഞ്ഞില്ലല്ലോ. ഞാനിത് സർപ്രൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ നമ്മള് എയർപോർട്ടിൽ എത്തി. എന്തിനാണ് എയർപോർട്ട് തന്നെ എടുക്കാൻ പോകണമെന്നൊക്കെ വയ്യ മനസ്സിലാക്കാം. സെറ്റായി. ഞാൻ ഇറങ്ങി തൊപ്പിട്ട് ഞാൻ പറഞ്ഞാൽ ഞാനെടുത്തൊന്ന് തൊപ്പിടുന്നു. അപ്പോൾ അതാ പെട്ടി കാര്യങ്ങൾ കാണിച്ചു. കാറിൽ നിന്ന് ബാഗിലേക്ക് മാറ്റൽ എന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഷോർട്സും ഉണ്ട്. നമുക്ക് ഷോർട്സ് കാണാൻ ഇഷ്ടമുള്ളവർ അതും കൂടി പോയി കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലാട്ടോ. ഞങ്ങൾ പാർക്ക് ചെയ്തു. എയർപോർട്ടെത്തും, ഫ്ലൈറ്റ് കയറി പോകും. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം അത്ര എക്സൈറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ റിവീൽ ചെയ്തില്ലേ. റിവീൽ ചെയ്ത് കുഴപ്പമില്ല. ഞങ്ങൾ വീട്ടിൽ ആർക്കും വണ്ടി ഓട്ടാറില്ല. എൻ്റെ ഉപ്പാക്ക് മാത്രമായിരുന്നു. ഇപ്പം മാത്രം ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ വരെ എത്തും. അതുകൊണ്ട് ഞങ്ങളും പോവാം എൻ്റെ കൂടെ ഗൾഫിക്ക്. പക്ഷെ ഗൾഫിക്കല്ല, വേറൊരു സ്ഥലത്തേക്കാണ്. അത് നമുക്ക് ഉള്ളെത്തിയിട്ട് വരാം. അത് ഉള്ളെത്തിയിട്ട് വേണ്ടിയിട്ടാ ഈ ഒക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പൊളിച്ചുകൊണ്ട് വെക്കാൻ. ഞാൻ അറിയാതെ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പറയണേ, തൊള്ളറിയാതെ ബ്ലോബ പറയണം. അപ്പോൾ ഐ എം ടു എക്സൈറ്റഡ്. കാരണം എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ പ്ലെയിനിൽ പോയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. അത് ഡൊമസ്റ്റിക് ആണല്ലോ, പാലക്കാട് 1 hour. ഇപ്പം ഞാൻ ഇൻ്റർനാഷണൽ പോകണം. എക്സിറ്റൊക്കെ ഉള്ളു പോകാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ടെർമിനൽ A3 അപ്പം ഞാൻ രസമുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് സ്വയം എന്താ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ടെർമിനൽ A3 അപ്പം നിങ്ങളിപ്പോൾ പോരും. കയറാണ്. ഞാൻ കയറിയിട്ട് കാണാൻ ഇപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. കയറിയിട്ട്
സെക്യൂരിറ്റി ചെക്കിങ് വേണം. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ വരിക. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടേ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് വീഡിയോ എടുക്കില്ല. അങ്ങനെ പെരിയിൽ തക്കാരെ കണ്ടു എത്ര കഷ്ടപ്പെട്ട ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നവർ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നിട്ട് വലിയ മോശം. അങ്ങനെ എന്താ ബാത്തിക്ക് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ മണി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് പോകണം. അതെ, സെക്യൂരിറ്റി ചെക്കിങ്ങിന് നടക്കുകയാണ്. കഴിഞ്ഞിട്ട് ഒക്കെ പോകണം. ഞാൻ കുറച്ച് ഞാൻ റിവീൽ ചെയ്യുന്നതാണ്. നടക്കുന്നു എവിടൊക്കെ പോകണമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ? അന്നേ അപ്പോൾ ഞങ്ങൾ ഗേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഗൈസ് റിവീലിംഗ് പ്ലസ് ആൻഡ് സംതിങ് എൽസ് ഞാൻ പറയാം. കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനുണ്ട്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏകദേശം കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതൊരാളും പറയാത്തൊരു കാര്യമുണ്ട്. എവിടേക്കാണ് പോണേ എന്ന് പറഞ്ഞിട്ടില്ല. എന്തിനാ പോണേ, എന്തൊരാവശ്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആവശ്യമൊന്നുമില്ല. ടൂറായിട്ടാണ് പോണത്. എവിടേക്കാ? ഇന്റർനാഷണൽ മൈ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. ഞങ്ങളെ എയർപ്ലെയിൻ വന്നിട്ട് ബാത്തിക് എയർ ആണ്, മലിന്തോ എയർ ആണ്. ഈ മലിന്തോ എയർ ബാത്തിക് എയർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ മലിന്തോ എയർ വന്നിട്ട് മലേഷ്യ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പോണത് മലേഷ്യക്കാണ്. മലേഷ്യൻ എയർലൈനാണ്. ഭയങ്കര ശബ്ദമായിട്ട് ഇവിടെ, ഭയങ്കര ശബ്ദമാണ്, കേൾക്കാൻ കഴിയുമോ അറിയില്ല. അപ്പം ഈ മലിന്തോ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യൻ എയർലൈനാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം എവിടേക്കാണ് പോകണം. അങ്ങനെ ഞങ്ങൾ പോകുന്നത് മലേഷ്യയാണ്. മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് മലേഷ്യ പോവാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സെറ്റാക്കി വൈബാക്കി ഞാൻ പ്ലെയിനിൽ കയറിയിട്ടോ അല്ലെങ്കിൽ കയറുമ്പോഴോ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കട്ടോ. ഒരു വിളിക്കുന്നുണ്ട്, നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് പോവുക. നമ്മൾ സീറ്റ് വന്നിട്ട് 18 സംതിങ് ആയിട്ടാണ്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി കഴിഞ്ഞു. എല്ലാം എൻ്റെ അമ്മാൻ്റെ വിൻഡോ സീറ്റാണ്. ഞാനത് തട്ടിയെടുക്കുന്നു. കാരണം അതെ, ഞാൻ തട്ടിയെടുക്കുകയാണ്. കാരണം എനിക്ക് വിൻഡോ കിട്ടിയിട്ടില്ല. എനിക്ക് വിൻഡോ കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്ന് വെച്ചിട്ടുണ്ടാക്കും എന്നറിയണോണ്ട് തന്നെ ഉമ്മ അത് എനിക്ക് തന്നിരിക്കുന്നു, അതിനെടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടറിയാം. പ്ലെയിനിൽ കയറാൻ പോവാണ്. മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. സോ എക്സൈറ്റഡ്. എങ്ങനെ പോകണമെന്ന് അറിയില്ല. താഴത്തൊക്കെ ഫ്ലൈറ്റിൽ സ്റ്റെപ്പ് വരാം. അപ്പോൾ ഫ്ലൈറ്റ് ഫോട്ടോ അങ്ങനെ ഞങ്ങൾ ബാത്തിക് എയറിലേക്ക് കയറുകയാണ്. മലേഷ്യൻ എയർലൈൻ ആൻഡ് കയറിയിട്ട് കാണാം എന്ന് ഞാൻ പറയുന്നെങ്കിലും തലയിലൊന്നും വരാതെ ഫസ്റ്റ് പ്ലെയിൻ അല്ലെങ്കിലും സീറ്റ് എടുത്താൽ ഉമ്മനെ എന്തിനാ സീറ്റ് എടുത്താന്ന്. ഇത് ക്രൂരമ്മ ഒക്കെ തരും ഗൈസ്. ഇങ്ങനെ പറയെങ്കിലും നല്ല സ്നേഹിലും നമ്മളെ എയർ ഹോസ്റ്റസ് ഈസിയ വേണമെന്നാണെങ്കിലും ഒരു ബട്ടൺ നിൽക്കിയാൽ എയർ ഹോസ്റ്റസ് വരും. ക്യാൻ ഐ ഗീവ് സം വാട്ടർ എന്ന് ചോദിക്കാം. അപ്പോൾ ഇനി ഫ്ലൈ ചെയ്യേണ്ടി വരണം.
ഇത്ര എക്സ്പ്രഷൻ വരും അതൊന്നും പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് വിചാരിക്കും. അല്ല, ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല. ഇത് ഞാൻ പറഞ്ഞു ഇത് മലേഷ്യൻ ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് മലേഷ്യൻ ലാംഗ്വേജ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. എനിക്കറിയില്ല, കളക്കളക്കളൊക്കെ പറയുന്നത്. മലേഷ്യയിൽ എന്തൊക്കെ പറയുന്നത്. മലേഷ്യൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മലേഷ്യൻ ഫ്ലൈറ്റ് ആണ്. മലേഷ്യയിൽ എന്തൊക്കെ പറഞ്ഞു ഒന്നും മനസ്സിലാവണല്ലോ. കേൾക്കാം. Pull on the loose end tightly before leaving the aircraft. Inflate your life vest fully by pulling the right handle. കുറച്ച് ഇംഗ്ലീഷും ഉണ്ട്. കണ്ണൊക്കെ ചൂട് നല്ല പക്ഷെ ഉറങ്ങൂല. കോൺഫിഡൻറ്റിന്റെ മുമ്പിൽ ഞാൻ കണ്ണ് നല്ല സുഖമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങും. Leave all your personal belongings behind and proceed to the exit nearest to you. But quick and safe evacuation follow the instruction of the crew. You will find a copy of the safety check card in the seat pocket in front of you. Please read it carefully. In preparation for check-off, please ensure your basket right, window shades up. Your tray table, stone, and all your trade devices, especially your mobile phone or iPad, are switched off, please. Your hand-carrying items are like the buttons or under the seat in front of you. It may stand around you. ഞാൻ ഫ്ലൈറ്റ് പോകുന്ന ടൈം കുറച്ച് മേലെ തട്ടി. ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇവിടെ വന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി വന്നിട്ട് അവിടുത്തെ 25 MAR, നാട്ടില് 630 rupees. എന്താ പറയാ, നിനക്ക് 630 രൂപ 4 ചിക്കനും ഒരു ചെറിയ ബോക്സ് ഓഫ് എന്തോ ഒരു ബിരിയാണിയാണ് കാണിച്ചത്. തലയ്ക്ക് വേദന ഉള്ളേ. ഫ്ലൈറ്റ് ആണെങ്കിൽ പിന്നെ എന്തോ ഒരു സീസോ ബ്രെഡിന് 15 MAR 380 രൂപ. ബട്ട് നമുക്ക് ഫുഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അറിയില്ല കഥ എന്താന്ന്. അനങ്ങുണ്ട് ഗൈസ്. എയറോപ്ലെയിന് അനങ്ങുന്നുണ്ട് ഗൈസ്. നമുക്ക് ഫോൺ ഓഫ് ആക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോണൊക്കെ പറയായിരിക്കും ഞാൻ വീഡിയോസിലാണ്. അനങ്ങുന്നുണ്ട് ഇപ്പൊ അനങ്ങുന്നുണ്ട്. അനങ്ങുമ്പോ കാണിച്ചിടത്തോ അനങ്ങണല്ല. ഇതിനെപ്പറ്റി 2 മിനിറ്റായി. ഞാൻ എന്തൊക്കെ പറഞ്ഞു. ലാൻഡ് ആവാനായി. Let's take off if you wish to leave. Please switch on the reading man's appeal. Thank you.
Once again, ladies and gentlemen, as you're ready for departure, you need your full cooperation to switch off all of your ഫുൾ electronic devices, ഇരുട്ടായിട്ടോ, especially your ഫുൾ mobile ഇരുട്ടായി. phones. Your mobile phones need to be switched off completely, Full and your ഇരുട്ടായി. iPad as well. ഫ്ലൈ ചെയ്യുന്നില്ല. കാണാൻ കഴിയൂല, ഇന്നത്തന്നെ കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ വാട്ടർ ഡ്രോപ്സ് വന്നിട്ടുണ്ട് ഈ മഴ പെയ്തിട്ട്. അപ്പം അതിൻ്റെ ഇതുണ്ട്. ബട്ട് എൻ്റെ മോത്തിൽ എക്സ്പീരിയൻസ് വെച്ച് കാണാം നിങ്ങൾക്ക്. ഇങ്ങനെ ലൈറ്റ് വെള്ളത്തിൻ്റെ മഴ പെയ്തിട്ടുണ്ടായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ ഇരുട്ടും കൂടി, രാത്രിയും കൂടി. അപ്പം ഞാൻ എൻ്റെ എക്സ്പ്രഷൻ്റെ പിന്നെയും പോലും കാണുന്നില്ല അല്ലേ. ഇങ്ങനെ കാണുന്നേ ഇതുണ്ട്. ഒന്നും കാണൂല, എന്നെ കേൾക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ ഇങ്ങനെ Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You are not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
എല്ലാവർക്കും കാണാൻ കഴിയില്ല. അപ്പം നമുക്ക് സെറ്റായിട്ട് കാണാൻ വേണ്ടത് ഇന്നിങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. സോ മൈ ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റാണ് പറയുന്നത്. സെറ്റാണ്, ഭയങ്കര പവറാണ്. ഇനി നമുക്ക് കുറച്ചൊരു വീഡിയോ ഞാൻ കാഴ്ചകൾ ഞാൻ സ്വയം കാണട്ടെ ഗൈസ്. ലൈറ്റ് വന്നു പക്ഷെ സൗണ്ട്. Ladies and gentlemen, the passenger sign is still on. Please remain seated and keep your seatbelt fastened. Please return your seat immediately if the return seatbelt comes on when you are in the lavatory. You may now use your electronic devices. As a reminder, smoking in the ടൈം 3:21. Subject to the air traffic control expected to arrive to destination Kuala Lumpur Sepang at 7:30 this morning local time. The weather at the moment reported to be slightly cloudy with a temperature of 20 Celsius. Once again. Penerbangan Puan sudah dapat darat lapangan terbang antarabangsa KL Terminal 1. Waktu tempat dan sekarang ini pada pukul 7.18 pagi. Bagi tujuan keselamatan, Anda dikendaki berada di tempat duduk sehingga isyarat pasangkan tali keledar dipadamkan dan pesawat berhenti sepenuhnya. Semua peranti elektronik tak dimatikan sehingga pintu dibuka. Berhati-hati ketika membuka ruang penyimpanan di atas dan pastikan tiada barangan anda yang tertinggal. Kami berbesar hati dapat memberikan perkhidmatan kepada anda dalam penerbangan ini. Terima kasih kerana memilih untuk terbang bersama Bati Air. Ladies and gentlemen, we have landed at KL International Airport, Terminal 1. The local time now is 18 minutes past 7 in the morning. Please remain seated with your seatbelt fastened until the seatbelt sign is off and the aircraft has come to a complete stop at the terminal. All electronic devices must remain off until doors are opened. Please take care when opening the overhead compartments and remember to take all your belongings with you. It's been our pleasure serving you on this flight.
Thank you for flying Batik Air. Safe. Kuala Lumpur International Airport. പുറത്തിറങ്ങിയിട്ട് കാണാം. ഒരു ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് സെറ്റാക്കി തന്നിട്ട് കാണാം. അപ്പം ഇനി ഫേസ് ലുക്ക് ഒന്ന് ക്ലീൻ ആവണം, ഫ്രഷ് ആവണം. അതാണ് ഇനി മെയിൻ. This here is full of chocolates and liquor. I think beer. Yes, I'm in Malaysia. അപ്പം നമുക്ക് ബാഗേജ് ഇട്ടിന് അത് പിക്കപ്പ് ചെയ്യണം. വണ്ടിക്ക് വെച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. മോർണിംഗ് ഇപ്പോൾ ടൈം ഇവിടുത്തെ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 8:57, നാളത്തെ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 6 സംതിങ് 5-6 സംതിങ് തോന്നും. 5-6 സംതിങ് ആണെന്ന് തോന്നുന്നു. 2.5 hours ഡിഫറൻസ്. പിന്നെ ഭക്ഷണം എടുക്കാൻ പോകണം ഹോട്ടലിലേക്ക്. 3 മണിക്കാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുക റൂം. എല്ലാം മണം ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടുത്തെ ഗേൾസിനെ കാണാൻ സെറ്റ് നല്ല രസമുണ്ട്. ഇവിടെ അപ്പുറത്ത് മെട്രോ, മേലെ പ്ലെയിന്, ഇവിടെ ബസ്സിനൊക്കെ പോകണം. ടവേഴ്സൊക്കെ ഇപ്പോഴേ കാണാൻ തുടങ്ങി. നമ്മൾ നാളെയാണ് ട്വിൻ ടവർ കാണാൻ പോവുക. ഈ വീഡിയോ ഇന്ന് മിക്കവാറും എഡിറ്റ് ചെയ്തിട്ടു കേട്ടോ. ഇത് നാളെ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് നോക്കാം. പിന്നെ ഡേ 2 വീഡിയോ കമ്മിങ് അപ്പ്. ചിലപ്പോൾ വ്യൂ ഒക്കെ സെറ്റ് പോലെ. അവിടുന്ന് കുറച്ച് എന്താ പറയുക വീഡിയോസ്
ഇവിടുത്തെ റോഡൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉത്തരരാജ്യ എന്ന് പറഞ്ഞ ഒരു ഓസീസ് ഓഫ് ടെമ്പിൾ അവിടെയാണ് പോകുന്നത് തോന്നുന്നു. ടെമ്പിൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു സീസ് ഓഫ് സംഭവം ഉണ്ട് ഉത്തരരാജ്യ ടെമ്പിൾ തന്നെ. ഒരു സീസ് ടെമ്പിൾ ടൈപ്പാണ്. അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ പോകുന്നുണ്ട്. എൻ്റെ പേര് നാളെയാണ് കേസ് വരുന്നത്. അപ്പോൾ നാളെ ഞാൻ ഇതിനെക്കാട്ടി സെറ്റ് ഡ്രസ്സ് ഉണ്ട്. ഈ ഡ്രസ്സിൻ്റെ പിക്ക് വേണമെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റാണ് എടുക്കുക. ചിലപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. ഈ ഡ്രസ്സിൻ്റെ ഞാൻ ഏതായാലും ഇട്ടിപ്പോൾ അപ്പോൾ ആ ടൈം ഞാൻ ഇത് 1 മണിക്കൂർ കൂടുതൽ പോകാന്നുണ്ടെങ്കിൽ 1 ഡേ തന്നെ 2 പാർട്ടാക്കി ഞാൻ ചെയ്യും. അതെ, കോലാലംപൂർ. നമ്മളിപ്പോൾ ഉള്ളത് കോലാലംപൂരിലാണ്. മലേഷ്യ കോലാലംപൂർ. ഇവിടുത്തെ റോഡ് കാണുമ്പോൾ തന്നെ കണ്ണിങ്ങനെ പുറത്ത് വരും. നല്ല ക്ലീന് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലീൻ. നമ്മൾ ഇന്ത്യൻ ആസ്പദമാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ ലാംഗ്വേജ്, ഹിസ്റ്ററി, ബാക്കിയുണ്ട്. ഇവിടെ സീറ്റ് കറിയാണ്. ഞാൻ ആദ്യം അവിടെ പോയി എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഇവിടെ വന്നിരുന്നത് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ മുമ്പിൽ മൈക്കുണ്ട്. ബാക്കിൽ സിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ബ്രദർ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ മൈക്രോ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ആദ്യം ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്ന് കാണാം. പക്ഷെ ഇവിടുത്തെ ബിൽഡിംഗ് കൊണ്ടിട്ട് പെയിൻ്റ് അടിച്ചാൽ സെറ്റായിരിക്കും. ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണോ ഭക്ഷണത്തിൻ്റെ സ്ഥലം? എനിക്കറിയാം. എനിക്ക് തോന്നുന്നു എവിടേക്കാ പോകണമെന്ന് എനിക്ക് പറയില്ല. ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്ന ടൈം കാണാം. അത് എനിക്കിപ്പോൾ പറയാൻ കഴിയും. ഞാനെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചിട്ടാണ്. വീടൊക്കെ വളരെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ABC ഹോട്ടലിൽ. പേരൊന്നും അറിയില്ല കേട്ടോ. എന്തോ ABC ഹോട്ടലെന്ന് തോന്നുന്നു. ഇവിടെ സെർവ് ചെയ്യണുണ്ടല്ലോ. ആരറിയോ? റോബോട്ട് 5 രൂപ. അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ 5 രൂപ. ഞങ്ങൾ ഓർഡർ ചെയ്തു. നെയ് റോസ്റ്റ് അല്ലേ? 2 നെയ് റോസ്റ്റ്, 3 നെയ് റോസ്റ്റ്, 4 പൂരി. അതെ. അപ്പം ഞാൻ വരുമ്പോൾ നമ്മൾ റോബോട്ട് കൊണ്ടുവരും. അപ്പം നമുക്ക് നോക്കുക. ഇവിടെ രാവിലെ തന്നെ ആൾക്കാർ വലിയ വലിയ ഡിഷസ് വയ്ക്കും. നമ്മൾ പിന്നെ ഇന്ത്യൻ മതിട്ടാ. ബാക്കിൽ കളി നടക്കുന്നുണ്ട്. കളി ഏതാ കളി? ഇതൊരു കളി നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചിട്ട് കാണാം.
കുറച്ച് ഭക്ഷണം വരട്ടെ പാട്ടെ. റോബോട്ട് ഒറ്റക്ക് പോണ് ഗൈസ്. റോബോട്ട് ഒറ്റക്ക് പോയി അവിടെ നിൽക്കും. അത് നമ്മൾ പിന്നെ ഭക്ഷണം എടുക്കാം. നമ്മളെങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ടെക്നോളജിയാണ്. ആദ്യമായിട്ട് പക്ഷേ ഇത് അറിഞ്ഞിട്ട് അല്ല അറിയാത്തല്ലാരും ഉണ്ടാവില്ല, അറിഞ്ഞോളുണ്ടാവും. നമ്മൾ കോഫി ഓർഡർ ചെയ്ത് എൻ്റെ മാത്രം കൊണ്ടുവന്നു. എന്തോ ചമ്മന്തി പഠിക്കാം. ഈ കറി സാമാന്യ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കാണാം. കസാല നല്ല രസമല്ലേ? ഗൈസ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഈ ഒരു കസാലയിൽ ഇരിക്കണം എന്ന് എനിക്കൊരു പൂതി. കറിയൊക്കെ സെറ്റായിരുന്നു, എനിക്കിഷ്ടമായി. അതിൽ ഇന്ത്യനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇന്ത്യൻ ഡിഷാണ് ഓർഡർ ചെയ്തത്. വന്നിട്ട് നെയ്റോസ്റ്റ്. അത് നെയ്റോസ്റ്റിൻ്റെ കൂടെ കറി, ഒരു സാമ്പാറൊക്കെ വിചാരിച്ചാണ്. ബട്ട് സാമ്പാറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്, പിന്നെ ഒരു ചമ്മന്തി ആയിരുന്നു. എന്താ പോലും ഉദ്ദേശം മനസ്സിലായില്ല. പിന്നെ പറഞ്ഞ ചട്ടിനി ഉണ്ടല്ലോ, അതൊക്കെ ഉദ്ദേശിച്ചതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതായില്ല. വല്ല ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ബട്ട് ആ ഒരു ടേസ്റ്റ് സെറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒക്കെ കൂട്ടി തിന്നാനായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ABC റെസ്റ്റോറൻറ്റ് ഒന്നും തോന്നുന്നു, അങ്ങോട്ട് വരിക കേട്ടോ. ഇപ്പം ഡോളറായിരുന്നു കൊണ്ടുവന്നത്. അപ്പം ഡോളർ പറ്റില്ല, MIR ആണെന്ന് പറഞ്ഞു. ചേഞ്ച് ചെയ്യാൻ പോയതാണ്. അപ്പം എനിക്ക് ഞാൻ ഇൻസ്റ്റൊക്കെ ഒന്ന് വരകട്ടെ. എൻ്റെ ഇൻസ്റ്റ ഫോളോ ആത്തവർ ഫോളോ ചെയ്യട്ടോ അപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഞാൻ കാറ് കയറണം, ഇനി പൈസ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞാൻ കുറച്ചൊരു ഈ സൈഡിൽ ഇരുന്ന് കറങ്ങട്ടെ. കുറച്ച് നമുക്ക് കാണാം.